ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ മാർക്കോ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കൃത്യം 2 ആഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണല്ലോ മാർക്കോ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന സിനിമയുടെ കൃത്യം 2 ആഴ്ചത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രതീക്ഷ ലെവലിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. അതിനു മുന്നേ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും പുതിയ ഉണ്ണിയുടെ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണിയുടെ കരിയറിലെ ആദ്യത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 50 കോടി കളക്ഷൻ കടക്കുന്ന സിനിമയായിട്ട് മാർക്കോ മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 14 ദിവസങ്ങൾ കൊണ്ട് 37 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതായത് കേരളത്തിന് പുറത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 13 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തതോടെയാണ് 50 കോടിയിലധികം കളക്ഷൻ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം നേടിയെടുത്തത്. ഇനി സിനിമയുടെ ഓവർസീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ആഴ്ച $2.56 മില്യൺ വിദേശ രാജ്യങ്ങളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ രണ്ടാമത്തെ ആഴ്ച $7,90,000 മാത്രമേ കളക്ഷൻ നേടിയിട്ടുള്ളൂ. അങ്ങനെ $3 മില്യൺ മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 28,65,00,000 രൂപയാണ് 14 ദിവസങ്ങൾ കൊണ്ട് വിദേശത്ത് നിന്ന് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ആഴ്ച ലോകമെമ്പാടും നിന്നും 53,15,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ രണ്ടാമത്തെ ആഴ്ച 26,40,00,000 കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ പ്രതീക്ഷ 80 കോടിക്ക് അടുത്തേക്ക്, അതായത് 79,55,00,000 ഉണ്ണിയുടെ മാർക്കോ എന്ന വയലൻസ് നിറഞ്ഞ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ യഥാർത്ഥത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. സാധാരണ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ചില സിനിമകൾക്കെല്ലാം തന്നെ ലഭ്യമാകാറുണ്ട്. എന്നാൽ ഇവിടെ പ്രതീക്ഷ ലെവലിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സിനിമ ഓവർസീസിൽ വലിയ തരംഗമാകുന്നില്ല, കേരളത്തിലും അല്പം ഡൗൺ ആയി എന്നത് തന്നെയാണ്. അങ്ങനെ മാർക്കോ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ മാർക്കോയുടെ ഫൈനൽ വരെയുള്ള കൂടുതൽ ഇതുപോലെയുള്ള കളക്ഷൻ അറിയാനായിട്ട്.